മനുഷ്യരിലെ ഭൂരിപക്ഷം അശ്രദ്ധരാണ് എന്ന് അള്ളാഹു പറയുന്നു. അമാനത്തുകൾ ഏറ്റെടുത്തു, പക്ഷേ ലലൂമൻ ജഹൂല 33-ാം അധ്യായം 70 മുതലുള്ള വചനത്തിൽ അള്ളാഹു അമാനത്തിനെ സംബന്ധിച്ച് ഉത്തരവാദിത്വം എന്നാണ് അതിന്റെ ശരിക്കുള്ള അർത്ഥം. വിശ്വാസ്യത എന്നും അതിനർത്ഥമുണ്ട്. ലോകത്ത് ആദ്യം ഉയർത്തപ്പെടുക അലാമാത്തുൽ ഖിയാമയിൽ അമാനത്തായിരിക്കും, വിശ്വാസ്യത, സത്യം. ഇന്ന് ലോകത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചവർ നമ്മെ ചതിക്കുന്ന ഒരു ലോകത്താണ്. ആരെ വിശ്വസിച്ചാലും അത് അസ്ഥാനത്തായി പോകുന്നൊരു ഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാഹു പർവ്വതങ്ങൾക്ക്, ആകാശഭൂമികൾക്കൊക്കെ അമാനത്ത് വെച്ച് നീട്ടി എന്ന് പറയും. പക്ഷേ അവരാരും ഏറ്റെടുത്തില്ല. കാരണം അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. അത് ഏറ്റെടുക്കാനുള്ള ത്രാണി കാണിച്ച മനുഷ്യൻ അതിൽ നിന്ന് തെറ്റിപ്പോയി എന്ന് പറയും. ഒരുപാട് പോയിന്റുകളിലൂടെ കടന്നു പോകേണ്ട ഒരു വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് ചുരുങ്ങിയ വാചകങ്ങളെ കൊണ്ട് സമ്പന്നമാക്കണം എന്ന് വിചാരിക്കും. ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം, അള്ളയാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചത്. അള്ളാന്റെ കൂട്ടുകാരൻ, അള്ളയെ വിളിക്കണം. ഒരാളുടെ ഉള്ളും പുറവും അറിയുന്ന റബ്ബ് വിളിക്കുകയാണ് ഒരാളെ ഖലീലുല്ലാഹ്. നമ്മള് ഖലീലുല്ലാഹ് അല്ലെങ്കിൽ ഖലീൽ തങ്ങൾ എന്നൊക്കെ നമ്മൾ പലരെ വിളിക്കുന്നു. ആരുടെ ഖലീൽ? ആരാണ് ആ പേര് വിളിച്ചത്? നമ്മൾ തന്നെ. മറ്റേത് അള്ള വിളിച്ചതാണ്, നമ്മളിട്ടാണ്. പ്രവൃത്തി മുഴുവനും ആരുടെ ഖലീലാകാനാണ്? പിശാചിന്റെ ഖലീലാകാനാണ്. എങ്കിൽ പിന്നെ ആ പേരിന് എന്ത് പ്രസക്തിയുള്ളത്? ഞാൻ നിങ്ങളോട് ഇന്ന് പറയുന്ന വളരെ പ്രധാനമായ 5 പോയിന്റുകളാണ്. അതിൽ ഒന്നാമത്തേത് ഇബ്രാഹിം നബി ഞാൻ പറഞ്ഞിരുന്ന ഒരായത്ത് നിങ്ങൾ ഓർക്കുണ്ടാവും. സൂറത്ത് ശുറായിലെ 26-ാം അധ്യായം 214-ാമത്തെ വചനം. കഴിഞ്ഞ വെള്ളിയാഴ്ച എന്റെ ഖുതുബ ഓർത്തവർക്ക് എല്ലാവർക്കും ഓർക്കാൻ കഴിയില്ല. കുറ്റവുമല്ല, അത് മനുഷ്യൻ അങ്ങനെ തന്നെയാണ്. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. മനുഷ്യരുടെ ഭൂരിപക്ഷ ആളുകൾ മനസ്സിലാക്കില്ല. 30-ാം അധ്യായം 30-ാമത്തെ വചനാണ്. വലാകിന്ന അക്സറന്നാസി ലാ യശ്കുറൂൻ. മനുഷ്യരുടെ ഭൂരിപക്ഷവും നന്ദി കാണിക്കില്ല. വലാകിന്ന അക്സറന്നാസി ലാ യഅഖിലൂൻ. ഭൂരിപക്ഷ ആളുകളും ചിന്തിക്കൂല. അള്ളാഹുവിന്റെ ഗ്രന്ഥം 78 സ്ഥലത്ത് ചിന്തിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിച്ച ഒരുപാട് കാര്യങ്ങൾ. ഞാനൊരു 10-10:40 ആകുമ്പോ ഇവിടെ എത്തും. അപ്പൊ ഓരോ ഖുർആനിക വചനം, ഞാൻ പറഞ്ഞല്ലോ, ഓരോ ഖുർആനിക വചനം അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രിന്റ് എടുത്ത് കൊണ്ടുവരുമ്പോ അതിലുള്ള എല്ലാ ആയത്തും ഖുതുബയിൽ തീരില്ല. പക്ഷെ ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ എങ്ങനെയാണ് ജനങ്ങൾക്ക്, എങ്ങനെയാണ് ഒരു ഖുർആൻ പഠിച്ച ആളുകൾക്ക് ഇന്നത്തെ മുസ്ലിങ്ങളെ പോലെ ആകാൻ ഒരിക്കലും കഴിയില്ല. സത്യം, ഞാൻ വെറുതെ പറയുന്നത്. ഖുർആൻ പഠിക്കുന്നില്ല ആളുകൾ എന്ന ദുഃഖകരമായ, ഖേദകരമായ, നിങ്ങൾ ഓർക്കുണ്ടാവും. കഴിഞ്ഞ ആഴ്ചയിലെ 7-ാം അധ്യായം സൂറത്ത് ആറാഫിൽ നിന്ന് 172-73 വചനം പറഞ്ഞിരുന്നു. ഖാലൂ ബലാ ഷഹിദിനാ അലസ്തു ബി റബ്ബിക്കും. ഞാനല്ലേ നിങ്ങളുടെ റബ്ബ് എന്ന്. ആദമിന്റെ മുതുകുകളിൽ നിന്ന് ഉറുമ്പിന്റെ വലുപ്പത്തിൽ മനുഷ്യരൊക്കെ അള്ള ഒരുമിച്ച് കൂട്ടി. ലോകം അവസാനിക്കുന്നവരെയുള്ള മനുഷ്യരെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാ. എവിടെ ഒരുമിച്ച് കൂട്ടിയത്? അറഫയില്. ഏത് അറഫയില്? നാളെ ഹാജിമാര് നിൽക്കുന്ന അറഫയില്. ആ അറഫയിലാണ് അത്ര ഉറുമ്പിന്റെ വലുപ്പത്തിൽ ലോകം അവസാനിക്കുന്ന കോടി മനുഷ്യന്മാരെ. ആദം നബി മുതൽ ലോകം അവസാനിക്കുന്നവരെയുള്ള മുഴുവൻ മനുഷ്യന്മാരെ ഖുർആനാ പറയുന്നത് ഉറുമ്പിന്റെ വലുപ്പത്തിൽ അറഫയില് ഒരുമിച്ച് കൂട്ടി. ആ സാക്ഷ്യം വഹിച്ചതിനെ കുറിച്ച് ഖുർആൻ പറയുന്നു. അത് അറഫയാണെന്ന് അതിനെ വിശദീകരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു. ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം 16-ാം അധ്യായം 46-ാമത്തെ വചനം. നബിയെ, ഈ ഖുർആന്റെ വചനം അങ്ങ് വിശദീകരിച്ചു കൊടുക്കണം. ആ സാക്ഷ്യം വഹിച്ച ദിനത്തെ കുറിച്ച്. അലസ്തു ബി റബ്ബിക്കും ഖാലൂ ബലാ ഷഹിദിനാ. ഞങ്ങൾ സാക്ഷ്യം വഹിച്ചു. എന്ത്? അള്ള മാത്രമാണ് ആരാധനക്കർഹൻ. അതിനെക്കുറിച്ചാണ് വീണ്ടും അള്ള പറഞ്ഞ 3-ാം അധ്യായം 18-ാമത്തെ വചനം. ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലായികത്തു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. നീതിബോധമുള്ള ഒരാളും അല്ലാത്ത ഒരാളോട് ദുആ ചെയ്യൂല. നീതിബോധമുള്ള ഒരാളും ഒരു ശൈഖിനോടും ദുആ ചെയ്യൂല എന്ന് അല്ല പറയാണ് ഖുർആനിൽ. അല്ല പറയാ, അല്ല സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അല്ല അല്ലാത്ത ദുആക്ക് അർഹനായി വേറൊരാള്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പറയുന്നത് ലാ മഅബൂദ ഹഖ്ഖൻ ഇല്ലല്ലാഹ്. അല്ലല്ലാതെ ദുആ ചെയ്യാൻ അർഹനായ ഒരാളില്ല. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദ. അല്ലാഹു പറഞ്ഞതാണ്
40-ാം അധ്യായം 60-ാമത്തെ വചനമാണ്. ഒരുപാട് വിശദീകരിക്കേണ്ടതാണ്. നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, അദ്ദുആ ഹുവൽ ഇബാദ സുമ്മ ഖറഅ ഫഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നൽ ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി. ദുആ അത് എന്നോട് നടത്താതെ കിബർ നടിക്കുന്നവർ. ആരാ കിബറന്മാര്? അല്ലാഹുവിനെ വിളിച്ചു ദുആ ചെയ്യുന്നവർ കിബറന്മാരാണ്. നമ്മളാരെങ്കിലും അത് ആഗ്രഹിക്കോ? കിബർ മിസ്കാല ദർറത്ത്, അണുമണി തൂക്കം കിബർ ഉണ്ടെങ്കിൽ സ്വർഗത്ത് പോകില്ല. അതിന്റെ അർത്ഥം എന്താ അറിയോ? അണുമണി തൂക്കം അല്ലല്ലാത്ത വേറൊരുത്തരോട് ദുആ ചെയ്ത അവൻ സ്വർഗത്ത് പോകില്ല. മൊയ്തീൻ ശൈഖിനെ വിളിച്ച അവന് സ്വർഗമില്ല. മമ്പർ ഞങ്ങളെ വിളിച്ച അവന് സ്വർഗമില്ല. ഉള്ളാളെ ഞങ്ങളെ വിളിച്ച് ദുആ ചെയ്ത അവന് സ്വർഗമില്ല. അല്ലേ പറയുന്നു. ഖുർആൻ വായിക്കാത്തതുകൊണ്ട് ഈ ഉമ്മത്തിന് ഇത് പഠിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കും. ഞാൻ ഈ പറഞ്ഞ ഖുർആനിക വചനം നിങ്ങൾ എടുത്തു നോക്കും. 40-ാം അധ്യായം 60-ാമത്തെ വചനം. എന്നിട്ട് ലോക ഗുരു, വിശ്വാചാര്യൻ, മാനവികതയുടെ കാവല, ജീവിതത്തിലുടനീളം ദുആ പഠിപ്പിച്ച പ്രവാചകൻ ടോയ്ലറ്റിലേക്ക് കാലുവെക്കുമ്പോ, ടോയ്ലറ്റിൽ നിന്ന് പുറത്തു വരുമ്പോ, മസ്ജിദിലേക്ക് പ്രവേശിക്കുമ്പോ, മസ്ജിദിൽ നിന്ന് പുറത്തു പോകുമ്പോ, വാഹനത്തിലേക്ക് കാലുവെക്കുമ്പോ, വീട്ടിലേക്ക് കയറുമ്പോ, ജീവിതത്തിലുടനീളം ദുആ പഠിപ്പിച്ച റസൂലിനോട് അല്ലാഹു വിളിച്ചു പറയണം, കുൽ പറയണം, ലോകത്തോട് പറയണം. എന്ത് പറയണം? ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രിക് ബിഹി അഹദ. ഞാൻ എന്റെ റബ്ബിനോടല്ലാതെ മറ്റൊരാളോട് ഞാൻ പ്രാർത്ഥിക്കുകയില്ല. ഞാൻ എന്റെ റബ്ബിനോടല്ലാതെ വേറെ ഒരാളോടും ഞാൻ പ്രാർത്ഥിക്കുകയില്ല. ഒരാളെയും ഞാൻ അവനിൽ പങ്കു ചേർക്കുകയില്ല. എന്താ അതിന്റെ അർത്ഥം? ഞാൻ ഒരാളെ അള്ളാഹുവിൽ പങ്കു ചേർക്കൂല, ഞാൻ അള്ളാഹിനോട് മാത്രമേ ദുആ ചെയ്യുമെന്ന്. അതിന്റെ അർത്ഥം അല്ലാഹ് ഒരുത്തനോട് ദുആ ചെയ്യൽ, അവന് പങ്കു ചേർക്കലാണ്. അത് മനസ്സിലാകാതെ വലിയ തലയെക്കെട്ടും പച്ച കൂട്ടുവിട്ട് മന്ത്രിന്റെ അപ്പുറത്തും ലോക വിശ്വ പൗരന്റെ അപ്പുറത്തും ഒന്നും ഇരുന്നിട്ടുള്ള കാര്യമില്ല. മനസ്സിലായോ? ലോകത്തിന്റെ എവിടെങ്കിലും ചെന്നിട്ട് ഗ്രാൻഡ് മുക്കി പട്ടം നേടിയിട്ട് കാര്യമല്ല. വളർത്തുന്ന മുഴുവൻ ശിഷ്യന്മാരെയും എന്തിനാ വളർത്തുന്നത്? അല്ലാത്തവരെയാണ് ആരാധിക്കേണ്ടതെന്ന് പഠിപ്പിക്കാൻ. അള്ളാനെ ആരാധിച്ച ഓൻ ഇബ്ലീസിന്റെ ആളാണ് എന്ന് എഴുതി വെക്കാൻ, അത് പഠിപ്പിക്കാൻ. അവിടെയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അറഫയിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് അള്ളാന്റെ റസൂൽ പറയാണ് ദുആ ചെയ്തോളി, ദിക്ർ ചൊല്ലിക്കോളി. ഏത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് യുഹീ വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആവർത്തിച്ചു പറഞ്ഞോളാൻ അറഫയിൽ. എന്തിന്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായി റബ്ബല്ലാതെ ഒരാളില്ല, അവനിൽ പങ്കില്ല, ചേർക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുക. അന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദഉ മഅല്ലാഹി അഹദ. അല്ലാഹുവിന്റെ കൂടെ എന്താ അങ്ങനെ പറഞ്ഞു? അള്ളാന്റെ കൂടെ പള്ളിയിൽ വെച്ച് വേറൊരാളെ വിളിക്കരുത്. അള്ളാനെ വിളിക്കാം. അള്ളാനെ വിളിക്കുന്ന കൗമിനോട് അള്ളാഹ് പറയാം, അള്ളാനെയും വിളിച്ചോ, എന്നിട്ട് മൊയ്തീൻ ശൈഖിനെയും വിളിച്ചോ എന്നല്ല, വിളിക്കരുത്. അള്ളാനെ വിളിക്കുന്നതോടൊപ്പം വേറൊരാളെ വിളിക്കരുത്. അതിന്റെ അർത്ഥം എന്താ? അള്ളാനെ വിളിക്കുന്ന കൗമ് അല്ലല്ലാത്ത സൃഷ്ടികളെ വിളിച്ച് ദുആ ചെയ്യും. ആ പണി നിങ്ങൾ എടുക്കരുത്. മഗ്‌രിബിന് പള്ളിയിൽ മഗ്‌രിബ് നിസ്കരിച്ചിട്ട് മഗ്‌രിബിന് ശേഷം പള്ളിയിൽ എന്താണ്? ഖുതുബിയത്താണ്. എന്താ ഖുതുബിയത്ത്? 1000 തവണ മൊയ്തീൻ ശൈഖിനെ വിളിക്കുക. എത്ര തവണ വിളിക്കുക? ഒഴിഞ്ഞിരുന്നിട്ട് ഹാദിറു യാ ഹാദിറു ഈ മജ്ലിസിൽ ഹാദിറു എന്ന് മൊയ്തീൻ ശൈഖിനെ ഒഴിഞ്ഞിരുന്നിട്ട് ഭക്തി പുരസ്സരം 1000 തവണ വിളിക്കുക. ഞാൻ ഇരിക്കുന്ന ആള് പ്രായം ചെന്നവര് അല്ലാത്തവരൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ കുടുംബത്തിൽ 100 വയസ്സ് വരെയൊക്കെ ഉള്ള ചിലരെങ്കിലും ഉണ്ടാവുമല്ലോ. ചിലപ്പോ നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പള്ളിയുടെ ഒരു കോർണറിൽ ഇരുന്നിട്ട് 100 വട്ടം അള്ളാനെ ഒന്നിച്ച് വിളിച്ചിട്ടുണ്ടോ? എന്നിട്ടല്ല 1000 വട്ടം മൊയ്തീൻ ശൈഖിനെ വിളിക്കാൻ പഠിപ്പിക്കുന്ന ഒരു കൗമ്. ഏത്? 1000 വട്ടം അള്ളാനെ വിളിച്ചോ എന്നല്ല പറയണേ, 1000 വട്ടം മൊയ്തീൻ ശൈഖിനെ വിളിച്ചോ. അതുകൊണ്ടാ അള്ളാഹ് എന്ത് പറഞ്ഞേ? പള്ളി അള്ളാന്റെതാണ്, അവിടെ അള്ളാനെ വിളിക്കാനാണ്, അള്ളാന്റെ കൂടെ മൊയ്തീൻ ശൈഖിനെ വിളിക്കാനല്ല. സൂറത്ത് ജിന്നിലെ 72-ാം അധ്യായം 18-ാമത്തെ വചനമാണ്. സൂറത്ത് ജിന്നിലെ 20-ാമത്തെ വചനമാണ്. സഹോദര, തൗഹീദില്ലാത്ത ഹാജിമാര് അവിടെ ചെന്നിട്ട് അല്ലല്ലാത്തവരെ അവിടുന്ന് വിളിക്കുകയാണെങ്കിൽ, ഞാൻ ഹജ്ജിന് പോയൊരു ഘട്ടത്തിൽ കരഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ പടച്ചവനാണ്, ഞാനും നമ്മുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാരായിട്ട് തെറ്റി. എന്നോട് അവർ വളരെ ശക്തമായി എതിർത്തു. എന്താ പ്രശ്നം? ഒന്നുമില്ല. അവിടെ വരിക പണ്ഡിതന്മാരെ കൂടെ ജനങ്ങള്. നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കണം. ജീവിതത്തിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ അധ്വാനിച്ച സമ്പാദ്യത്തിൽ നിന്ന് ഊറ്റിയുരുക്കി കൽബിൽ മുഴുവനും കാബാലയം, ഹറമ്, ഹജ്ജ് ഇതെല്ലാം ലക്ഷ്യം വെച്ച് പോകുന്ന ഹാജിമാരെ അല്ലല്ലാത്തോലെ വിളിപ്പിക്കുക അവിടെ വെച്ചിട്ട്.
തലയെക്കെട്ട് കെട്ടിയ മനുഷ്യന്മാരെ. എന്നിട്ട് അവിടുന്ന് ശിർക്ക് ചെയ്തിട്ട് തിരിച്ചു പോരിയ ആളുകൾ ഹജ്ജ് മുഴുവൻ ബാത്തിലാക്കി. ദേഷ്യം പിടിക്കാതിരിക്കോ? ഈമാനുള്ളൊരാൾക്ക്, ഈമാനുള്ളൊരുത്തൻ അവിടുന്ന് സഹിക്കുവോ? എന്തിനാ ഹജ്ജ്? തൗഹീദിന്റെ വിളംബര, തൗഹീദിന്റെ വിളംബരമായ ആ ഹജ്ജ് ശിർക്ക് ചെയ്യിപ്പിച്ചിട്ട് സന്തോഷായില്ലേ? നരകം കിട്ടുന്ന ഉറപ്പായില്ലേ? ഇനി നമുക്ക് മടങ്ങാം. എങ്ങനെയുണ്ട്? അങ്ങക്കൊക്കെ പെരുത്ത് സന്തോഷമല്ലേ? എന്റെ കൂടെ കമ്പനിക്ക് നരകത്തിൽ ഇരിക്കാം, മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞ് തിരിച്ചുകൊണ്ടിരാ. എന്നോട് ദേഷ്യം പിടിക്കുന്നു. നിങ്ങൾ ഓർത്തോളി, ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു, ഈ പ്രസംഗവും ഈ പ്രസംഗിക്കുന്ന എന്നെയും നിങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ദിവസം വരും. അത് മഹ്ശറമാണ്. ഈ തൗഹീദിനോളം പ്രാധാന്യമായ ഒന്ന് ലോകത്ത് വരണ്ടോ? നിങ്ങൾ നോക്കേ, ഇമാം ബുഖാരി പറയാണ്, ഒരു മകൻ ഒരു നബിയാണ്. ആരാത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മത്സരയിൽ വെച്ചിട്ട് വാപ്പാനെ കാണുക. ഇമാം ബുഖാരി പറയാണ്, ശരിക്കും നോക്കിക്കൊള്ളിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശദീകരിച്ചിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം ബാപ്പ ആസറിനെ കാണുക. ആസറിനെ അങ്ങനെ നോക്കിക്കുക. എന്നിട്ട് അള്ളാഹിനോട് പറയാണ്, പടച്ചോനെ എന്റെ ഉപ്പ. ഒരു മകന്റെ വികാരമാണ് ഞാൻ പറയുന്നത്. നിങ്ങളും ഞാനും മക്കളാണ്. നമുക്ക് വാപ്പുണ്ടായിരുന്നു, ഉമ്മ ഉണ്ടായിരുന്നു, നമ്മളിൽ പലരും മരിച്ചുപോയി. ആലോചിക്കാൻ, ബാപ്പ ആരാ? ബാപ്പ നമ്മുടെ ജീവിതത്തിന്റെ ആരാ? ബാപ്പ ആരാ? നമ്മുടെ ഉമ്മ. അവർക്ക് തൗഹീദ് കിട്ടുക എന്നുള്ളതിനേക്കാൾ ഒരു മകന്റെ വികാരം എന്തായിരിക്കും? ഒരു നബി, ആ നബീന്റെ ബാപ്പ ബിംബാരാധകൻ, ശിർക്ക് ചെയ്യുന്ന ആള്, ബിംബം ഉണ്ടാക്കുന്ന ആള്, ക്ഷേത്രത്തിലെ പൂജാരി. ഒന്ന് ആലോചിച്ചു, ഒരു മകൻ ഒരു ക്ഷേത്ര പൂജാരിയുടെ മകൻ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാവുക. ആ പോയിന്റ് ചിന്തിക്കും. ഒരു ക്ഷേത്രത്തിലെ ഒരു ബിംബാരാധനയുടെ നേതാവ്, ഒരു ബിംബത്തെ ഉണ്ടാക്കുന്ന ആള്, എന്നിട്ട് അതുകൊണ്ട് ഈ പ്രതിഷ്ഠിച്ചു കൊടുക്കുന്ന ഒരാള്, എന്നിട്ട് അവിടെ കാർമ്മികത്വം വഹിക്കുന്ന ഒരാള്, ആ മനുഷ്യന്റെ മകനായി ആ നുത്ഫയില് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം ജനിക്കുക. എന്നിട്ട് ബാപ്പാനോട് ആദ്യമായിട്ട് ഖഡ്ഗതകണ്ഠനായി, ദുഃഖിതനായി, ഖിന്നിതനായി ഒരു മകൻ ബാപ്പാനെ വിളിക്കുക. എന്തായിരിക്കും അത്? ഓർത്തിട്ടുണ്ടോ? ഖുർആൻ 19-ാം അധ്യായം സൂറത്ത് മറിയമിലെ വചനങ്ങളിലൂടെ 41-ാമത്തെ വചനത്തിലൂടെ 48 വചനം. ഖുത്ബയുടെ പരിമിതിയാണ് ഞാൻ പറയുന്നത്. അവിടുന്ന് ആലോചിച്ച് നോക്കിയേ, ആ ബാപ്പാനോട് ഒരു മകൻ. ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ പലപ്പോഴും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പള്ളിയിലൊക്കെ വന്നിട്ട് തൗഹീദ് കിട്ടിയവരാ. ജീവിതത്തിൽ ഗൾഫിലൊക്കെ പോയിട്ട് ഇന്നാ ഞാൻ ശരിക്കും അള്ളാനെ പഠിച്ചത് എന്ന് പറയുന്ന നൂറുകണക്കിന് ആളുകൾ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. എന്റെ ഫോണിലൊക്കെ വരുന്ന ഓരോ വോയിസും പുറംലോകത്തേക്ക് വിടുന്ന കൽബ് കിടുങ്ങിപ്പോയി. എന്താ? അത്രയും പച്ച ശിർക്കിലായിരുന്ന മനുഷ്യന്മാർക്ക് തൗഹീദ് കിട്ടിയിട്ട് എനിക്ക് 54 വയസ്സായി ഉസ്താദേ, 53 വയസ്സ് വരെ ഞാൻ ശിർക്കിലായി. അള്ളാനെ അങ്ങോട്ട് ബോധ്യായത് ഇപ്പോഴാണ്. എന്താ? ആ അള്ളാനെ ആരാ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്? അള്ളാനെ ബോധ്യപ്പെടുത്താനാണ് ഒരു മുസ്ലിം ജീവിക്കുന്നത് തന്നെ. ഒരു മുസ്ലിം ഭൂമുഖത്ത് ജീവിക്കുന്നത് എന്തിനറിയോ? ഇത് എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ആ പോയിന്റ് നിങ്ങളുടെ മുമ്പിൽ വളരെ വേഗത്തിൽ പറഞ്ഞു പോകാം. ഒരു മകൻ ബാപ്പാനെ വിളിക്കണം. ഇബ്രാഹിം ഇന്നഹു കാന സിദ്ദീഖൻ നബിയ. ഖുർആൻ ഇങ്ങനെ ഓതിപ്പോകുമ്പോൾ വറത്തിലിൽ ഖുർആന തർതീല ഹഖ തിലാവതിഹി, അല്ലാഹുവിന്റെ ഗ്രന്ഥം ശരിക്ക് വായിക്കുന്ന ഒരാള് സൂറത്ത് മറിയമിലൂടെ കടന്നു പോകുമ്പോ അല്ലാഹ് നമ്മളോട് പറയാണ്, വദ്കുറു ഫിൽ കിതാബി ഇസ്മാഈൽ വദ്കുറു ഫിൽ കിതാബി ഇദ്രീസ് വദ്കുറു ഫിൽ കിതാബ്. ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾ ഇബ്രാഹിമിനെ ഓർക്കുക. എന്തേ അവിടെ പറയുന്നത്? ഓരോരുത്തരും അവരവരുടെ ജീവിതം എഴുതി, അത് പബ്ലിസിറ്റി എഴുതി, അത് ചാനലിൽ കൊടുത്ത് അതിന്റെ പേരിൽ ഇരുന്ന് ഞെളിയുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. എന്നാ അള്ളാഹ് പറയണ ഈ കിതാബിൽ ഇബ്രാഹിം ഓർക്ക്. ആ ഇബ്രാഹിം എന്താ ചെയ്തത്? അതാ വായിക്കേണ്ടത്. അത് വായിക്കാൻ ആളില്ല. അല്ലാത്ത വായിച്ചിട്ട് അതിന്റെ പേജ് നമ്പർ പറയാൻ മനുഷ്യന്മാര് നോക്കൂ. അള്ളാന്റെ ഗ്രന്ഥത്തിലെ സൂറത്ത് മറിയമിലെ 41-ൽ അള്ളാഹ് പറയാ, വദ്കുറു ഫിൽ കിതാബി ഇബ്രാഹിം. ഇബ്രാഹിമിനെ ഈ വേദഗ്രന്ഥത്തിൽ ആ വിവരണ്ടല്ലേ, ഇബ്രാഹിം ആരായിരുന്നു എന്നും എന്താണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദൗത്യമെന്നും എവിടെയാണ് അദ്ദേഹം ദൗത്യം നിർവഹിച്ചത് എന്നും നോക്ക്. ബഗ്ദാദിൽ നിന്ന് 400 കിലോമീറ്റർ അകലെയാണ് അന്നാസുരിയ പട്ടണം. അന്നാസുരിയ പട്ടണം എന്ന് പറയുന്നത് ലോകപ്രസിദ്ധമായ പട്ടണങ്ങളിൽ ഒന്നാണ്. അന്നാസുരിയ പട്ടണത്തിന്റെ തെക്ക് ഭാഗത്ത് 10 കിലോമീറ്റർ ഊർപട്ടണം സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. ആ ഊർപട്ടണത്തിൽ ഇബ്രാഹിം നബിയുടെ വീടിന്റെ ചൂളവെക്കപ്പെട്ട ഇഷ്ടികയുടെ അവശിഷ്ടം ഇന്നും അവിടെയുണ്ട്. ഇബ്രാഹിം നബിയുടെ ഖബർ കിടക്കുന്നത് ഓബ്രോണിലാണ്, എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ അണ്ടറിലാണ്.
ഈ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഊർപട്ടണുണ്ടല്ലോ, ആ ഊർപട്ടണത്തിൽ ബാപ്പാന്റെ അടുത്ത് എന്നിട്ട് പറയുന്ന രംഗത്തെ കുറിച്ച് അല്ലാഹ് പറയാണ്, ബാപ്പാനോട് ഒരു മകന്റെ ദഅവത്ത്. നമ്മളൊക്കെ എന്താ വരിക, ഞാനിപ്പോ ബാപ്പാന്റെ ചെലവിൽ ജീവിക്കുകയാണ്, ബാപ്പാനോട് എനിക്ക് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനിതൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോ ബാപ്പാക്കൊരു ഫീലിംഗ്, ഒരു പ്രശ്നം ഓനോട് തർക്കിച്ചല്ലോ, ഓൻ ഞാൻ ശിർക്ക് ചെയ്യുന്നവനാന്ന് പറഞ്ഞു കളഞ്ഞു. ഞാനാകട്ടെ നിസ്കാരത്തായുമ്പോ എത്ര വലിപ്പത്തിലുണ്ട്, എന്നിട്ട് ഓൻ എന്നോട് പറയണം ഞാൻ ശിർക്ക് ചെയ്യുന്നവനാണ്. കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥയെ കുറിച്ച് പറയുന്നത്. എന്നിട്ട് ബാപ്പ പുറത്താക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്ഥലത്ത് ഒരു ചെറിയ ക്ലാസ് എടുക്കാൻ പോയപ്പോ ഒരു ചെറുപ്പക്കാരൻ ബാപ്പ എന്നെ അടിച്ചു പുറത്താക്കി. ഞാൻ ചോദിച്ചു എന്തിനീ പുറത്താക്കി? ഒന്നുമില്ല, അള്ളാഹിനോട് മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ എന്ന് ഞാൻ പറഞ്ഞതിന്റെ പേരിൽ. പുറത്താക്കുന്നത് ഗണേശനും സുരേന്ദ്രനും ഭാസ്കരനും അല്ല, മൊയ്തീനും അബ്ദുൽ ഖാദറും ഉസ്താദുമാണ് പുറത്താക്കുന്നത്. പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം അവനൊരു വാചകം പറഞ്ഞതിന്റെ പേരില്ല. അത് പറഞ്ഞ ആള് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ, അത് പറഞ്ഞതിന്റെ പേരിലാണ് പുറത്താക്കുന്നത്. അപ്പൊ ഞാൻ ഖുർആനിലെ സൂറത്ത് മുജാദല എന്നൊരു അധ്യായമുണ്ട്, സാന്ദർഭികമായിട്ട് പറയണം 58-ാം അധ്യായം 22 വചനേ സൂറത്ത് മുജാദലയിലുള്ളൂ. ആ 22-ാമത്തെ വചനം ഞാൻ ഒന്ന് വായിച്ചു കൊടുത്തു. ഒരു മകൻ ബാപ്പാന്റെ കഴുത്തിങ്ങനെ വെട്ടിയിട്ട് വാളിങ്ങനെ കുത്തിയിട്ട്, ആ ബാപ്പാന്റെ കഴുത്തിൽ വാള് കുത്തിയിട്ട് അതുമായിട്ട് വരികയാണ് റസൂലുള്ളാഹിന്റെ അടുത്ത്. അബൂ ഉബൈദത്തുൽ ജറാഹ് എന്ന സ്വഹാബി. ചരിത്രം പിന്നീട് പറയാൻ പറ്റും. ആ സന്ദർഭത്തെ ആസ്പദമാക്കി അള്ളാഹ് അവതരിപ്പിച്ച ഒരു ഖുർആന്റെ വചനമാണ്. നീ വീട്ടിൽ ഒറ്റപ്പെടും, പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കി, ഖതബ ഫീ ഖുലൂബിഹിമുൽ ഈമാനു വഅയ്യദഹും ബിറൂഹിൻ മിൻഹും. നിന്റെ ഹൃദയത്തിൽ അള്ളാഹ് ഈമാൻ രേഖപ്പെടുത്തും. നിന്റെ വീട്ടിൽ ഭാര്യ നിനക്കെതിരാണ്, മക്കളെതിരാണ്, ബാപ്പെതിരാണ്, എളാപ്പെതിരാണ്, മഹല്ലെതിരാണ്, നിന്നെ ബഹിഷ്കരിച്ചിട്ടുണ്ട്. എന്തിന്റെ പേരിൽ? അള്ളാഹനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് നീ ഉറക്ക പറഞ്ഞതിന്റെ പേരിൽ അള്ളാഹ് പറയണ ഖുർആനിൽ. എന്നിട്ട് അള്ളാഹ് പറയണം, അങ്ങനെ ഒറ്റപ്പെട്ട വ്യക്തിയില്ലേ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട, നിനക്ക് സ്വത്തില്ല എന്ന് പറഞ്ഞ്, നിന്റെ സ്വത്തിൽ നിനക്ക് അവകാശമില്ല എന്ന് പറഞ്ഞ് ആരാ ഇതൊക്കെ കൊണ്ടുപോണത്? ഈ ദുനിയാവിലെ സ്വത്ത് ഇതായിട്ടാണ് പോണത്, അമലായിട്ടാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം. ഈ മയ്യത്തിനെ പിന്തുടർന്ന് 3 കാര്യം പോവും: അഹ്ല്, മാല്, അമൽ. എന്നിട്ട് റസൂൽ പറയാ, കുടുംബവും സ്വത്തും ഒക്കെ കബർന്ന് മടങ്ങിപ്പോരും. അവിടുന്ന് എല്ലാവരും തസ്ബീഹ് ചൊല്ലി തിരിച്ചു പോരുന്നതോടുകൂടെ കുടുംബം തിരിച്ചു പോകും. ഏതെങ്കിലും ഒരു മകൻ, ഞാൻ ഈ പറയുന്ന പോയിന്റ് ഒന്ന് ആലോചിച്ചേ, ഹോസ്പിറ്റലിന്റെ ഐസിയുടെ മുമ്പിൽ 3-4 മാസം ബാപ്പാക്ക് വേണ്ടി താപസി മനസ്സോടെ ഇരുന്ന ഒരു മകൻ, ആ ബാപ്പാനെ കാണുന്നില്ലെങ്കിൽ പോലും ഐസിയുല് ബാപ്പാക്ക് വേണ്ടി ദുആ ചെയ്ത് പുറത്തു നിൽക്കുന്ന ഒരു മകൻ, ബാപ്പാനെ പള്ളിക്കാട്ട് കൊണ്ട് കബറടക്കി ആ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ 1 മിനിറ്റ് നിൽക്കുക, അവിടെ തിരിച്ചു പോരുക. ബാപ്പാനെ കൊണ്ട് പള്ളിക്കാട്ടിലാക്കിയിട്ട് തിരിച്ചു പോരുക. അന്ന് രാത്രിയാകുമ്പോ ആരെങ്കിലും വിചാരിക്കോ എന്റെ ഒറ്റക്കാണ്, ഞാൻ ഒന്ന് പോയി കമ്പനി നിൽക്കട്ടെ? ഇല്ല സുഹൃത്തുക്കളെ, അത് ലോകത്തിലെ ഏറ്റവും വലിയ വേർപാടാണ്. ആ വേർപാട് ഓർത്ത് ഒരു നബിയുടെ ഗദ്ഗതകണ്ഠമായ ഒരു പരാമർശത്തെ കുറിച്ച് ഇമാം ബുഖാരി പറയാണ്. ബാപ്പ ഇങ്ങനെ നിൽക്കുകയാണ്, ഇബ്രാഹിം നബി ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് ഇബ്രാഹിം നബി അള്ളാഹിനോട് തർക്കിക്കുക. എന്താ തർക്കിക്കുന്നത്? ആത്മാർത്ഥമായ ഒരു തർക്കം. അള്ളാഹ് എന്നെ നിന്ദനാക്കൂലെന്ന് നീ പറഞ്ഞിട്ടില്ലേ? എന്റെ ഒപ്പം നരകം പോകുന്നതിനേക്കാൾ വലിയ നിന്ദത ഒരു മകൻ എന്താണ്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഒരു പ്രവാചകന്റെ മാനസികാവസ്ഥയെ കുറിച്ച് ഞാൻ പറയുന്നു. അള്ളാഹിനോട് പരലോകത്ത് വെച്ചിട്ട് ബാപ്പാനെ കാണുക. പരസ്പരം കാണുക. ആ കാഴ്ചയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നരകത്ത് പോകുന്നതിനേക്കാൾ വലിയ നിന്ദത എനിക്കുണ്ടോ? അപ്പോ ബുഖാരി പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലിന്റെ അടിയിൽ ഒരു കറുത്ത ജീവി രക്തത്തിൽ കിടന്നിങ്ങനെ പടയ്ക്കും. ഇബ്രാഹിം നബിന്റെ കാലിന്റെ അടി, ഇബ്രാഹിം നബി കാലിങ്ങനെ പൊന്തിക്കും. ഇബ്രാഹിം നബിന്റെ കാലിൽ ഇങ്ങനെ പൊന്തിക്കും. സ്വാഭാവികമായും നമ്മൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് കാലിങ്ങനെ പൊന്തിക്കുമ്പോൾ നമ്മൾ കാലിലേക്ക് നോക്കല്ലോ, താഴോട്ട് നോക്കല്ലോ. അപ്പൊ അവിടെ നിൽക്കുന്ന ബാപ്പയിൽ നിന്ന് നോട്ടം താഴോട്ട് വരും. സത്യം ഇമാം ബുഖാരി പറയാണ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ കാല് പൊക്കി താഴോട്ട് നോക്കിയിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോ ബാപ്പാനെ കാണാൻ. നിങ്ങൾ ആ രംഗം ഒന്ന് മനസ്സിൽ കൊണ്ടു നോക്കിയേ, മത്സര ഒന്ന് മനസ്സിൽ കൊണ്ടു നോക്കിയേ. ഇബ്രാഹിം നബിന്റെ ബാപ്പാനെ കണ്ടുകൊണ്ടിരുന്നു. ആ ജീവി രക്തത്ത് കിടന്ന് പിടച്ചപ്പോ കാല് വലിച്ച് ആ കാലിലേക്ക് നോക്കി തിരിഞ്ഞു നോക്കും, ബാപ്പാനെ കാണാൻ. ബാപ്പ നരകത്തിലാണ്. എന്തായിരിക്കില്ല ഒരു മകന്റെ മാനസികാവസ്ഥ? ഇസ്ലാം ഇതൊക്കെ വിവരിച്ചിരുന്നേ നമുക്ക്. നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിട്ട് എത്ര ആളെ കണ്ടുമുട്ടുന്നുണ്ട്? ട്രെയിൻ യാത്രയില്, ഫ്ലൈറ്റ് യാത്രയില്, നമ്മുടെ കൂടെ ആരോടെങ്കിലും ജീവിതത്തിൽ. ഇപ്പൊ ഞാൻ വിചാരിക്കാൻ, നിങ്ങൾ നോക്ക്, എന്നിട്ട് ആ വാചകം കേട്ടെ, യാ ബച്ചി
എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ പൊന്നാരന്റെ പൊന്നുപ്പ എന്നല്ലേ എന്റെ അർത്ഥം. യാബത്തി എന്ന അറബി ഭാഷ അറിയാം. യാബത്തി എന്റെ പൊന്നാരപ്പ എന്നാണ് വിളിക്കണേ. എന്റെ ഉപ്പ, എന്റെ പിതാവ്, എന്റെ അച്ഛാ അല്ലേ, അങ്ങനെ വിളിക്കണേ. എന്നിട്ട് പറയാണെന്ന് ലിമ തഅബുദു, അല്ലപ്പേ പടച്ചോൻ തന്നൊരു ബുദ്ധി കൊടുത്തിട്ട് ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു, ലിമ തഅബുദു, എന്തിനാണ് ഇപ്പൊ ആരാധിക്കുന്നത്? മാലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. ഇപ്പൊ ഈ കല്ലുകൾ പാരമായ ജാഫർ ബിൻ അബീ ത്വാലിബ് ഉമ്മു സലൈമിനെ കല്യാണം കഴിക്കാൻ വരുമ്പോ അവര് ചോദിച്ചൊരു ചോദ്യം, ഒരു മരത്തടി അതിന്റെ പാതി മുറിച്ചെടുത്തു, ആ പാതി അടുപ്പിൽ വെച്ച് കത്തിച്ചാമ്പലായി പോയി, അതിന്റെ പാതി മരം ഡിസൈൻ ചെയ്തിട്ട് ദൈവാന്നും പറഞ്ഞിട്ട് പൂജാമുറിയിൽ കൊണ്ടുവച്ചിട്ട് അതിനെ ആരാധിക്കുന്ന പൊട്ടനല്ലേ ഒരു വനിത ചോദിച്ചതാ. ആരോട്? സ്വർഗത്തിന്റെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് അള്ള എത്തിച്ച ഒരു സഹാബി ശിർക്കിലായിരുന്ന കാലത്ത് ഒരു ഭാര്യ ചോദിച്ചാ, നിങ്ങളെ മഹർ സ്വർണവും വെള്ളിയൊന്നും വേണ്ട, നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടായാൽ മതിയായിരുന്നു, ഒരു മരത്തിന്റെ കഷ്ണം പൂജാമുറിയിൽ ഡിസൈൻ ചെയ്ത് കൊണ്ടുപോയി വെച്ചിട്ട് അമ്മ അരെടുത്തിട്ട് അടുപ്പിലിട്ടാലോ കത്തിക്കരിഞ്ഞ് ചാമ്പലാവും, എന്നെ കത്തിക്കല്ലേ എന്ന് പറയാൻ പോലും തൊള്ളർക്കാൻ പറ്റാത്ത അതിനാണോ ആരാധിക്കുന്നത്? ഉമ്മു സുലൈം ചോദിച്ചാ. ബുദ്ധിപരമായി ചിന്തിപ്പിച്ചിടും. ഇന്ന് നമുക്ക് ഇനി ധൈര്യമല്ല. നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന രാഷ്ട്രീയക്കാരൻ ബാല്യ പൊട്ടുമൊക്കെ തൊട്ട് അമ്പലത്തിൽ നിന്ന് കയ്യൊക്കെ കൂപ്പി നിന്നാലും നമ്മൾ 10 വോട്ട് കൊടുക്കുമ്പോൾ ജീവിതത്തിൽ നമ്മൾ ചോദിച്ചിട്ടില്ല, നിങ്ങൾ ചെയ്യുന്ന പൊട്ടപ്പോയത്തത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇവിടെ ഇരിക്കുന്ന പ്രമുഖരുണ്ടല്ലോ, ഇതിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കി. ജീവിതത്തിൽ എത്ര ആളെ പരിചയമുണ്ട്? രാഷ്ട്രീയക്കാരെ പരിചയം ഉണ്ടാവും, ജഡ്ജിമാരെ പരിചയം ഉണ്ടാവും, പോലീസ് ഡിപ്പാർട്ട്മെന്റ് പരിചയം ഉണ്ടാവും, ക്രിസ്ത്യാനികളെ പരിചയം ഉണ്ടാവും, ഹൈന്ദവരെ പരിചയം. സൂറത്ത് കൗഫിന്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹ് ചോദിക്കുക, അള്ളാഹ് കുട്ടിയുണ്ട് എന്ന് പറയുന്ന ജോർജിനോട് ഇത് തെറ്റാണെന്ന് പറ, അത് പറയാനാ നിന്നെ തെരഞ്ഞെടുത്ത്. എത്ര ആൾ വായിച്ചു സൂറത്ത് കൗഫിന്റെ 4:5 അള്ളാഹ് പറയാ, ഇനി നിങ്ങൾ കേട്ടോളൂ. എന്നിട്ട് പറയണേ, ഇത് കേൾക്കുവപ്പാ, കാണുവപ്പാ, ഇത് ചിന്തിക്കുവപ്പാ, അറ്റ്ലീസ്റ്റ് ആ നിന്ന പൊസിഷനിൽ നിന്ന് ഒന്ന് ചലിക്കുവപ്പാ. എന്താ നിങ്ങൾക്ക് ചിന്തിക്കാത്ത? അടുത്ത വാചകം പറയാ, അടുത്ത വാചകമാണ് യാബത്തി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതി ഫത്തബീനി അഹദിക സിറാത്തൻ സവിയ. ബാപ്പ നിങ്ങൾക്ക് കിട്ടാത്ത ഭയങ്കരമായ ഒരു യുക്തി, ഭയങ്കരമായ ഒരു ചിന്ത, ദഅവത്തിന്റെ ചിന്ത. ഉപ്പാ, നിങ്ങൾ അറിവില്ലാത്തവനാന്ന് പറയല്ല. ഉപ്പാ, നിങ്ങൾക്ക് കിട്ടാത്ത, അപ്പൊ നിങ്ങൾക്ക് കുറെ അറിവുണ്ട് ഉപ്പാ, ഞാൻ സമ്മതിക്കണുപ്പാ, പക്ഷെ നിങ്ങൾക്ക് കിട്ടാത്തൊരറിവുപ്പാ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ അറിവ് വെച്ച് ഞാൻ നിങ്ങളെ സത്യത്തിലേക്ക് നയിക്കാവും. ഈ തിരിച്ചറിവാണ് സുഹൃത്തുക്കളെ ഇസ്ലാം. ലോകത്ത് ഞാൻ ഒന്നുകൂടി ചിന്തിക്കാം. ഇപ്പൊ ഖത്തറിൽ കുറെ ആള് മരിച്ചല്ലോ, ലോകത്ത് പല മരണ വാർത്തകളും നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. ഈ ആളുകളൊക്കെ മരിക്കുമ്പോൾ മനസ്സ് തട്ടി വേദനിക്കാറില്ലേ നമ്മള്? ഇല്ലേ? നമ്മൾ വേദനിക്കാറില്ലേ? നോക്കൂ, സ്വന്തം ഉപ്പ നരകത്ത് പോകുന്ന രംഗത്തെ കുറിച്ച് വല്ലതും ആലോചിച്ചിട്ടുണ്ടോ? കൂടപ്പുറപ്പായ ഭാര്യ ചുണ്ടു ചോപ്പിച്ചും മാറ് കാണിച്ചും നമ്മുടെ കൂടെ തന്നെ നമ്മുടെ ചെലവിൽ നമ്മുടെ വണ്ടിയുടെ പുറകിൽ ഹറാമ് ചെയ്തിട്ട് നമ്മുടെ കൂടെ വരുമ്പോ എന്റെ ഭാര്യ നാളെ നരകത്ത് ഓളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുമ്പോഴും ഓളെ ചുണ്ടിൽ വെച്ച ലിപ്സ്റ്റിക്ക് വായിലായിട്ട് അതിങ്ങനെ കഴുകിക്കളയുമ്പോഴും ഇവള് നരകത്തിലാണെന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇന്ന മറക്കാം, പക്ഷെ ഈ പറയുന്ന വാചകങ്ങൾ ഒരിക്കൽ തേട്ടിയെടുത്ത് നമ്മുടെ കൽബിന്റെ ഉള്ളിൽ നമ്മൾ എന്താ കരുതിയത്? നമ്മുടെ കൂടെ ജീവിക്കുന്നവരുടെ ഉത്തരവാദിത്തം എന്താ? അടുത്ത വാചകം കേട്ടോ, ഉപ്പാ, നിങ്ങൾക്ക് വന്നു കിട്ടിയിട്ടില്ലാത്തൊരറിവ് ഈ മകന് കിട്ടിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ മകനാണെന്ന് യാഥാർത്ഥ്യം. നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട ഉപ്പയാണ്, നിങ്ങൾക്ക് ഒരുപാട് അറിവുണ്ട് ഉപ്പ, പക്ഷെ ഉപ്പ ഒരു വലിയ അറിവ് വഹീന്റെ അടിസ്ഥാനത്തിൽ, ദിവ്യ വെളിപാടിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് വന്ന് കിട്ടിയിട്ടുണ്ട് ഉപ്പ. ആ അറിവനുസരിച്ച് എന്റെ പ്രിയപ്പെട്ട ഉപ്പ ഞാൻ നിങ്ങളെ ഹക്കിലേക്ക് നയിക്കാം. വീണ്ടും വിളിക്കാൻ, പിശാചിനെ ഇബാദത്ത് ചെയ്യല്ലപ്പാ, പിശാചിന്റെ ഇംഗീതത്തിനനുസരിച്ച് ബിംബാരാധന ചെയ്യുക വഴി അക്ഷരാർത്ഥത്തിൽ ഉപ്പാ പിശാചിനെ ആരാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളുടെ മനസ്സ് മാറിപ്പോയിട്ടുണ്ട് ഉപ്പാ. ഇന്ന ശൈത്താന കാന ലിർറഹ്മാനി, തീർച്ചയായും പരമകാരുണ്യകനോട്
നന്ദി കെട്ടവനാണുപ്പ ഇബ്ലീസ്. ആ ഇബ്ലീസിനെ പിൻപറ്റാനുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ദുൽമ് എന്റെ ഉപ്പാക്ക് വന്നുപെട്ടല്ലോ എന്നതിലാണുപ്പ ഈ മകന്റെ വേദന. അടുത്ത വാചകം എന്താ അറിയോ? യാ ബത്തി ഇന്നി അഖാഫു അയ്യമസ്സക അദാബും മിനർ റഹ്മാൻ. ഉപ്പാ, എനിക്ക് ഇതൊക്കെ നിങ്ങളോട് ഞാൻ പറയണത് ഉപ്പാ, എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടല്ല. നിങ്ങൾ നിങ്ങളെ വഴിക്ക് പോയിക്കോളൂ, ഞാൻ എന്റെ വഴിക്ക് പോകാന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു ഉപ്പാ. ഈ വാചകം പിടിക്കുന്ന ഓരോരുത്തരും മനസ്സിലായിക്കോളൂ. ഉപ്പാ, എനിക്ക് നിങ്ങളോട് തർക്കിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഉപ്പാക്ക് ഉപ്പാന്റെ വഴി, എനിക്ക് എന്റെ വഴി. ഞാൻ ആരിലേക്ക് ഇടപെടാൻ വരില്ലായിരുന്നു ഉപ്പാ. പക്ഷെ ഉപ്പാ, ഇന്നി അഖാഫു അലൈക്കും, തീർച്ചയായും ഉപ്പ അയ്യമസ്സക അദാബും മിനർ റഹ്മാനി. വല്ലാത്തൊരു പ്രയോഗ. പരമകാരുണ്യകനായ റബ്ബാ നമ്മുടെ റബ്ബ്. പക്ഷെ ആ റബ്ബിന്റെ ശിക്ഷ ഏറ്റുവാങ്ങുന്ന ശിർക്ക്, അതാ ഉപ്പ അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പടച്ചോന്റെ അടുത്ത് നിന്നുള്ളൊരു ശിക്ഷ വരുന്നതിനെ ഈ മകൻ ഭയപ്പെടുന്നു. പൊന്നുപ്പ, ഉപ്പ നിങ്ങൾക്ക് അള്ളാന്റെ അടുത്തുനിന്ന് ഒരു അദാബ് വരാനുണ്ട് ഉപ്പ. ദൈവത്തിന്റെ കാതലായ പറയും. ഇനി ഞാൻ നിങ്ങളോടൊക്കെ ചോദിച്ചു കൊള്ളട്ടെ, നാം ഓരോരുത്തരും ചിന്തിക്കും, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട നമ്മുടെ ഉപ്പയും നമ്മുടെ ഉമ്മയും നമ്മുടെ ഇളാപ്പയും നമ്മുടെ അമ്മായി അന്തിർ അശീറത്തക്കൽ അക്രബി എന്നുള്ള ആയത്ത് അതല്ലേ പറഞ്ഞത്? നിങ്ങൾ ഏറ്റവും അടുത്ത കുടുംബങ്ങളോടൊക്കെ നിങ്ങൾ തൗഹീദ് പറയണം. അതിനുവേണ്ടിയാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത്. ആ തൗഹീദുള്ള ഹാജിമാരുടെ സംഗമമാണ് അറഫ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പൊ അല്ല ഇബ്രാഹിം, നീ ഞങ്ങളുടെ ആരാധ്യന്മാരെ ചീത്ത പറയേ, കുറ്റം പറയേ എങ്കിൽ നീ അറിയണം എന്താണ്? അർജുമന്നക വഹ്ജുർനി മലിയ, ഞാൻ നിന്നെ കല്ലെറിഞ്ഞു കൊല്ലും. നിന്നെ ഞാൻ കല്ലെറിഞ്ഞു കൊല്ലും. ഒരു ബാപ്പ മകനോട് പറയാണ്. ബാപ്പാനോട് ഏറ്റവും മൗലികമായ തൗഹീദ് പറഞ്ഞപ്പോ ബാപ്പ കല്ലെറിയെന്ന് പറഞ്ഞപ്പോ ആ മകൻ വീണ്ടും പറയാണ്, ബാപ്പ കാലസ്സലാമു അലൈക്ക്, ഞാൻ എന്നെ അള്ള ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തം നിങ്ങളിൽ നിന്ന് ഞാൻ ആരംഭിച്ചു ബാപ്പ, നിങ്ങളിൽ നിന്ന്. കാരണം എന്നോട് നാട്ടുകാർ ചോദിക്കും, എടജ്ജി എന്റെ ഉപ്പനെ പോയി നന്നാക്കടാ, നാട്ടുകാരോട് വയലറിയുന്നതിന് എന്റെ ഉപ്പതാ ബിംബാരാധന നടത്തുന്നതാണ് ഉപ്പ, ഞാൻ ഇങ്ങനത്തെ ഇതൊക്കെ പറഞ്ഞാ മതി. എന്നിട്ട് പറയണം സലാം അലൈക്കും, എന്റെ റബ്ബ് നിങ്ങൾക്ക് പുറത്തിരുന്നതിന് വേണ്ടി ഞാൻ അള്ളഹാനോട് പറയണം. ഈ വാചകത്തെ പറ്റി അള്ള പറഞ്ഞ എന്താ അറിയോ? ഇല്ലാ ഖൗല ഇബ്രാഹിം, ഇബ്രാഹിമിന്റെ ഈ വാക്കിൽ നിങ്ങൾക്ക് മാതൃകയില്ല. ശിർക്ക് ചെയ്ത് മരിച്ച ബാപ്പാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ പാടില്ല. ഉമ്മ ശിർക്ക് ചെയ്ത് മൊയ്തീൻ ശൈഖേ എന്ന് വിളിച്ചാൽ മരിച്ചു. പിന്നെ എന്റെ അമ്മക്ക് പുറത്തു കൊടുക്കണേ എന്ന് നാവ് ഈമാനുള്ള ഒരുത്തന് ചലിക്കാൻ പാടില്ല. എങ്ങനെ? ജീവനു തുല്യം സ്നേഹിച്ച 9 മക്കളുടെ ഉമ്മല്ലേ ആമിനത്താത്ത, മൊയ്തീൻ ശൈഖേ എന്ന് വിളിച്ച് ജീവിച്ച് അങ്ങനെ നേർച്ചയും ദർഗയിലും പോയി അങ്ങനെയുള്ള ഒരു ഉമ്മയാ മരിക്കുന്നതെങ്കിൽ ഒരൊറ്റ മകന്റെ നാവും ഉമ്മാക്ക് പുറത്തു കൊടുക്കണേന്ന് പറയാൻ പാടില്ല. അത് പറഞ്ഞാൽ ഓ മുസ്ലിം. ഞാനല്ലോ പറയുന്നത്. 9-ാം അധ്യായം സൂറത്ത് തൗബ 113-ാമത്തെ വചനം. ഖലാസ്, ഇനിയിപ്പോ എന്നോട് ദേഷ്യം പിടിക്കേണ്ട കാര്യമില്ല. 9-ാം അധ്യായം സൂറത്ത് തൗബ പറയാം, ആ ആമിനത്താത്താക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ പാടില്ല. സൂറത്ത് വായിച്ചോ? ഇന്ന് വായിച്ചിട്ട് അടുത്ത വെള്ളിയാഴ്ച ഞാൻ വരുമ്പോ അങ്ങനെ ഒരു വചനമില്ല നിങ്ങൾ എന്നോട് പറ. അള്ള തീർത്തു പറഞ്ഞ കാര്യം അത് പാടില്ല. നോക്കൂ, ഇനി നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി പറയണേ. വളരെ ഗൗരവമായി ഈ നമ്രൂദിന്റെ കൊട്ടാരത്തിൽ ചെല്ലുന്നതിനെ കുറിച്ച് പറയുന്ന ഒരു വാചകം. ഈ പ്രവാചകന്മാരുടെ ദായിമാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? നമ്മുടെ നാട്ടിൽ വലിയ ഫേമസ് ആയിട്ടുള്ള ആളുകൾ പ്രധാനമന്ത്രിയുടെ അടുത്ത് പോകും. ആ ഫോട്ടോ ഒക്കെ ഇങ്ങനെ കൊണ്ടു നടക്കും. ആ ഫോട്ടോ ഒക്കെ തന്റെ കോളേജിലും സ്ഥാപനത്തിലും ഒക്കെ വെക്കും. പ്രധാനമന്ത്രിയുടെ കൂടെ ഇരിക്കണം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ഇസ്ലാമിന്റെ തരിമ്പ ആശയം ഈ പ്രധാനമന്ത്രിയുടെ അടുത്ത് പോയപ്പോ ഈ വലിയ ശൈഖന്മാരില്ലേ ഓല് പറഞ്ഞിരുന്നു, ഈ ഗ്രാൻഡ് മുഫ്തിമാര് ദുനിയാവിന്റെ എച്ചില് കിട്ടാൻ വേണ്ടിയിട്ടാ പോണത്. നേരെ മറിച്ച് ഇബ്രാഹിം നബിനെ കുറിച്ച് അള്ള പറയാ. എപ്പോഴെങ്കിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് റഹ്മാനായ റബ്ബ് പറയാണ്, അലം തറ ഇലല്ലദീന ഹാജ ഇബ്രാഹിം ഫീ റബ്ബിഹി അന്നാ അതാഹു അല്ലാഹുൽ മുൽക് إذ قال إبراهيم ربي الذي يحيي ويميت قال أنا أحيي وأميت قال إبراهيم فإن الله يأتي بالمشرق من المغرب. എന്താ പറയുന്നത്? ഒരു രാജാവ് ഭരിക്കുന്ന കൊട്ടാരത്തിന്റെ പടികേറി വരികയാണ്. ആര്? 16 വയസ്സുകാരനായ ഇബ്രാഹിം അലൈഹിസ്സലാം. നമ്രൂദിന്റെ കൊട്ടാരത്തിലേക്ക് ഒരു ചെറുപ്പക്കാരൻ, പ്രായം അധികമില്ലാത്ത ഒരാള് ബാപ്പാനോട് തൗഹീദ് പറയുമ്പോ 16 വയസ്സായിരുന്നു ഇബ്രാഹിം നബി.
96-ാമത്തെ വയസ്സിൽ ആ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്ത് ചരിത്രത്തിന്റെ ഒരു അവസ്ഥ. ആ ഇബ്രാഹിം നബി നമ്രൂദിന്റെ കൊട്ടാരത്ത് കയറി ചെല്ലുക, പാർലമെന്റിലല്ല പ്രധാനമന്ത്രി ഭവനിൽ കയറി ചെല്ലുക. എന്തിന്? ദുനിയാവ് നേടിയെടുക്കാനല്ല, കോളേജിന് പെർമിഷൻ കിട്ടാനല്ല. നീ ചെയ്യണ ശിർക്കുണ്ടല്ലോ, അന്റെ ഈ ഭക്തി, ഈ ജീവിച്ചിരിപ്പുണ്ടോ ചരിത്രം ഉണ്ടോ എന്ന് അറിയാത്ത ആളുകളെ ആരാധിക്കാൻ അവരെ പേരും പറഞ്ഞല്ലേ രാജ്യത്ത് നീ കുഴപ്പമുണ്ടാക്കി, നിന്നെ ഞാൻ ക്ഷണിക്കാൻ വന്നതാ പടച്ചോനിലേക്ക്. അത് പറയാനാ ഗ്രാൻഡ് മുഫ്തിമാര് പോണ്ടത്. ചിന്തിച്ചോളി, ഇസ്ലാം എന്താന്ന് മനസ്സിലായിക്കോളി. കയ്യടിക്കുന്നതിന് മുമ്പ്, ആളെ കൂടെ നിന്ന് തക്ബീർ ചെല്ലുന്നതിന് മുമ്പ് ആലോചിച്ചോളി. ഇവിടെ എന്താ പറയുന്നത്? ഇബ്രാഹിമിനോട് അദ്ദേഹത്തിന്റെ നാഥന്റെ കാര്യത്തിൽ, എങ്ങനെ അദ്ദേഹത്തിന്റെ നാഥന്റെ കാര്യത്തിൽ തർക്കിച്ച ഭരണാധികാരിയെ നിങ്ങൾ കണ്ടോ? അന്നാഹുൽ മുൽക്ക്, നമ്രൂദിന് ഞാൻ രാജാധികാരം നൽകി. ആ നമ്രൂദ് ഇബ്രാഹിം എന്ന പ്രബോധകനോട് തർക്കിക്കുന്നു. എന്താ തർക്കം? അവർക്കിടയിലെ തർക്കം എന്താ? അല്ലാഹ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ് ഇബ്രാഹിം നബി. നമ്മുടെ നാട്ടിലെ ഇബ്രാഹിം നബി വരുന്നെങ്കിലോ പോട്ടാ ചങ്ങായി, ഞങ്ങളുടെ CM അടവൂര് മരിച്ചോലെ ജീവിപ്പിക്കും, ജീവിച്ചോലെ മരിപ്പിക്കും, ആണിനെ പെണ്ണാക്കും, പെണ്ണിനാണാം. ചിന്തിക്കും. എന്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ, എന്റെ കുറഞ്ഞ കാലമാണ് ഇവിടുത്തെ കുടുംബെങ്കിലും നിങ്ങളൊന്ന് ആലോചിക്കും. എന്താ പറയുന്നത്? ബീച്ച് ഹോസ്പിറ്റലിൽ മരിച്ചോലെ കൊടകൊണ്ട് തട്ടി എണീറ്റ് പോടാ. CM അടവൂരെ നിങ്ങളാല് ഇബ്രാഹിം നബി എന്നിട്ട് വലിയ കാര്യമായിട്ട് നമ്രൂദിനോട് പറയാ, ഞാൻ അല്ലാഹ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും അത് ഞാനും ചെയ്യലോ എന്ന് രണ്ടാളെ കൊണ്ടുവന്ന്. ആ സമയത്ത് അദ്ദേഹം ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ അത് ചെയ്യും മിനൽ മശ്രിഖി വൽ മഗ്രിബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂര്യനെ എന്ന സ്ഥലത്ത് നിന്ന് ഉദിപ്പിക്കുന്നു, നീ എന്നാ ഇന്ന നേരെ ഓപ്പോസിറ്റ്. എന്നിട്ട് അല്ലാഹ് പറയാ, ആ സത്യനിഷേധികളുടെ വായടഞ്ഞുപോയി. രാജാവിന്റെ കൊട്ടാരത്തിലും പ്രധാനമന്ത്രി സംവിധാനത്തിലും നമ്മൾ പോകുന്നത് എന്തിനാ? തൗഹീദ് പറയാനാണ്. അത് ഓർത്തോളി. അമ്പലത്തിന്റെ തിണ്ണ കയറി ഇറങ്ങിയപ്പോഴും നമ്മൾ ജനങ്ങളോട് പറഞ്ഞ തൗഹീദ. എന്താ? ഖുർആൻ വായിച്ചോണ്ടാ. എന്താ മറ്റവർക്ക് പറയാൻ കഴിയാത്ത? ജീവിതത്തിൽ ഖുർആന്റെ സെന്റർ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഖുർആൻ ജീവിതത്തിൽ സ്വന്തമായിട്ട് വായിച്ചിട്ടില്ല. കുട്ടികളെ ഹിഫ്ള് പഠിപ്പിച്ച്, കുട്ടികളെ അറബി കോളേജിൽ പഠിപ്പിച്ച്, കുറെ പണ്ഡിതന്മാരും പറഞ്ഞ് പുറത്തു വിട്ട് സ്വന്തമായിട്ട് ഇരുന്ന് വായിച്ചു. ക്ഷമിക്കണം, നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്നുണ്ടോ? നിങ്ങൾ ചിന്തിച്ചോളി. ജീവിതത്തിൽ പരലോകത്ത് വരുന്ന രംഗക്കുറത്ത് നമ്മൾ അത്ഭുതപ്പെട്ടു. പടച്ചോന്റെ മുമ്പിൽ മുഖമൊക്കെ കരുവാളിച്ച് അള്ളാഹുവിന്റെ ദീനെ നിശ്ചയിച്ചതിന്റെ പേരിൽ അത്ഭുതമാണ്. ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവമായി ഈ പ്രവാചകന്മാരുടെ, മൂസാ അലൈഹിസ്സലാം ഫിറൗന്റെ കൊട്ടാരത്തിൽ അവിടെ ചർച്ച തന്നെ റബ്ബിനെ കുറിച്ചാ. ഫമൻ റബ്ബുകുമാ യാ മൂസാ, മൂസാ നീ ഇവിടെ വന്നിട്ട് കേറി വന്ന് ഈ എന്റെ നൈൽ നദി എന്റെ മുമ്പിലാണ്, ഇതൊക്കെ ഞാനാ ഭരിക്കണേ, ഞാനല്ലാത്തൊരു റബ്ബ് വേറുണ്ടോ എന്നൊക്കെ ചോദിച്ച ആ ഫിറൗനിന്റെ കൊട്ടാരത്തിൽ മൂസാ നബിന്റെ ചർച്ച എന്താ? എനിക്ക് അവിടെ ഒരു അറബി കോളേജ് തുടങ്ങണം, എനിക്ക് ഇവിടെ ഒരു ഇംഗ്ലീഷ് മീഡിയം തുടങ്ങണം, അവിടെ ഒരു MBBS തരണം, നിങ്ങൾ തരണം എന്ന് പറഞ്ഞിട്ട് ചർച്ച ചെയ്യാൻ പോയതാ? അല്ല. ചങ്ങാതി പടച്ചോൻ എന്ന് പറഞ്ഞ ഈ ലോകത്ത് നിന്ന് അപ്പഴാ ചോദിക്കും, ഫമൻ റബ്ബുക്കും മായ മൂസ, മൂസ നീ ഇവിടെ കിടന്നിട്ട് കുറെ റബ്ബിനെ പറ്റി പറയാം. ആരാ നിന്റെ റബ്ബ്? ആരാ നിന്റെ റബ്ബ്? റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ഇതാ ഖുർആനിലുള്ള സൂറത്ത് ത്വാഹ 20-ാം അധ്യായം 49, 50, 51, സൂറത്ത് ശുഅറ 26-ാം അധ്യായം 23, 24, 25, 20. ഇത് മാത്രമാണ് അല്ലാഹുവിന്റെ ഖുർആനിലുള്ളത്. ഇത് വായിക്കാത്ത ഒരു സമൂഹത്തിന് ഏത് സംഘടനയായിട്ടാണ്? നമ്മൾ സ്വയം സംഘടനയിൽ പുളകം കൊള്ളുന്നവരാ. കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ. പക്ഷെ ഇതില്ലാത്തൊരു ഖൗമിന് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് വളരെ ഗൗരവമായി ഈ പോയിന്റ് നമ്മൾ ഓർക്കണം സഹോദരങ്ങളെ. അറഫയിൽ അൽ ഹജ്ജു അറഫ, അറഫയാണ് ഹജ്ജ്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അറഫ തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ അറിയോ? ലോകത്തെ എല്ലാ മനുഷ്യരെ അല്ലാഹു ഒരുമിച്ച് കൂട്ടിയ ആ അറഫ തന്നെയാണ് ഇസ്ലാമിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയും അല്ലാഹു തെരഞ്ഞെടുത്തത്. അതൊരു അത്ഭുതമല്ലേ? ലോകത്തിലെ സകല മനുഷ്യരെയും അലസ്തു ബിറബ്ബിക്കും ഖാലു ബലാ ശഹീദിന എന്ന തത്വം പറയിപ്പിക്കാൻ അറഫയിലാണ്. ആ അറഫയെ തന്നെ ഇസ്ലാം പൂർത്തിയാക്കാൻ നബിയെയും 1,00,000-ലധികം വരുന്ന സ്വഹാബത്തിനെയും കൊണ്ട് നാം മുഹൂർത്തം ആലോചിച്ച് നോക്കേ. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും 5-ാം അധ്യായം 3-ാമത്തെ വചനം. ഇസ്ലാമിന്റെ പൂർത്തീകരണം തൗഹീദാണ്. ആ തൗഹീദിന് വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ അല്ലാഹ്ക്ക് വേണ്ടിയാണ് അറിവ്, ആ അല്ലാഹ്ക്ക് വേണ്ടിയാണ് നേർച്ച. അല്ലാഹ്ക്കല്ലാത്തവർക്ക് ഉരുവിനെ അർത്ഥത്തിനെ കുറിച്ച് ആ സൂറത്ത് അൻആമിൽ പറയുന്നത്. ഒരു ഇന്നെന്ന മൃഗങ്ങളെ അല്ലാത്തവർക്ക് അർക്കും, അല്ലാഹ്ക്കും അർക്കും, അല്ലാത്തവർക്ക് അർക്കും. നമ്മൾ എന്ത് മൊയ്തീൻ ശൈഖിന്റെ കോഴിയാണ്, ഇത് ഇന്ന അമൃതങ്ങളുടെ ആടാണ്. ഇത് തന്നെയായിരുന്നു മക്കയിലെ മുശ്രിക്കുകളും. അത് അറിയണമെങ്കിൽ എന്ത് വേണം? സൂറത്ത് അൻആം വായിക്കണം. സൂറത്ത് അൻആം വായിക്കുന്ന ഒരാൾ
അയാൾക്ക് മനസ്സിലാവും ഞാൻ മുസ്ലിം അല്ല. ഒരു മൊയ്ലിയാരെ കുത്തിന്റെ വായിക്കും, മൊയ്ലിയാർ ഞാൻ ഇസ്ലാം ആയിട്ടില്ല, ഞാൻ അബൂജഹലിന്റെ പാർട്ടിയാണ്. സൂറത്ത് അൻആം 6-ാം അധ്യായം ഒരാവർത്തി വായിച്ച അതിൽ കാണാം ഇത് അള്ളാഹ്ക്കുള്ള നേർച്ചാട്, ഇതോ ഞങ്ങളെ ശൈഖന്മാർക്കുള്ള ഒരു ഖുർആൻ. അല്ലെങ്കിൽ പിന്നെ ഈ ഖുർആൻ കീറിപ്പറിച്ച് വലിച്ചെറി. ഖുർആനാന്ന് പറഞ്ഞ് എന്തിനാ മുസ്ലിം ഉമ്മത്ത് ഇത് കൊണ്ടെടുക്കണതിൽ? ഈ ഖുർആനിൽ ഇതൊക്കെ അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതൊക്കെ ഉണ്ട് ഖുർആൻ, ഇതൊക്കെ ഉണ്ട്, ഇതെന്തേ കിട്ടാത്ത? ഇത് പഠിപ്പിച്ചില്ല. എന്തേ പഠിപ്പിക്കാത്ത? പഠിച്ചില്ല. പഠിച്ചല്ലോ പഠിച്ചില്ല, വായിച്ചില്ല. എനിക്ക് ഉറപ്പാ നിങ്ങൾ ഇന്ന് കേരളത്തിലെ ഗ്രാൻഡ് മുക്കിയല്ല, അതിനേക്കാൾ വലിയൊരു മുക്കിനെ എന്റെ മുമ്പിൽ കൊണ്ടുവരുത്ത് ഓനെ വേർപ്പിൽ മുക്കി കുളിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു അള്ളാന്റെ ഗ്രന്ഥത്തിന്റെ. നിങ്ങൾ വിഷയം ചോദിക്കുമ്പോഴോട് ഈ എന്ന കാര്യം ഖുർആൻ പറയുന്നത് എവിടെയാണ്? അപ്പ കാണ ഗ്രാൻഡ് മുക്തിന്റെയും ഉലമമാരുടെയും ഒക്കെ വലിയ ഏത് സംഘടനയുടെയും എന്താ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ അവസരം കിട്ടിയിട്ടില്ല. ചിലപ്പോ നിങ്ങൾക്ക് തോന്നുന്നത് രൂക്ഷ വിമർശനമാണ്. വല്ലാഹി ഈ കൗമ് മാറാൻ വേണ്ടിയുള്ള രൂക്ഷ വിമർശനമാണ്. ഒരു സംശയമാണ്. ഈ കൗമ് മാറണം. ഈ കൗമ് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ഒരു കൗമാകണം. അതിലേറ്റവും പ്രധാനമായ പോയിന്റാണ് അറഫ ദിനത്തിൽ നരകത്തിൽ നിന്ന് കൂട്ടം കൂട്ടമായി മനുഷ്യരെ രക്ഷപ്പെടുത്തുന്ന ദിനമാണ്. അതോടൊപ്പം അറഫ നോമ്പിന്റെ ഒരു പ്രത്യേകത, അറഫ നോമ്പ് നോൽക്കുന്നവർക്ക് വലിയ ഓഫർ നൽകിയിട്ടുണ്ട് മുത്ത് നബി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ 2 വർഷത്തെ പാപങ്ങൾ, ചെറിയ പാപങ്ങൾ, വൻപാപങ്ങളല്ല കേട്ടോ, സബുൽ മുബിക്കാത്തുകളല്ല, ചെറിയ പാപം. കാരണം ചെറിയ പാപമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുക. വലിയ വൻപാപം ഈ ഇരിക്കുന്ന നമ്മളൊന്നും കള്ളുടിക്കുക വ്യഭിചരിക്കുക എന്ന് പറഞ്ഞ സംഗതിക്കൊന്നും പോകില്ല. നേരെ മറിച്ച് ചെറിയ ചെറിയ തെറ്റുകൾ. 2 വർഷം ഏറെക്കുറെ നിങ്ങൾ ആലോചിക്കും, 365 ദിവസം ഉൾക്കൊള്ളുന്ന 2 വർഷം. ആ വർഷത്തിലെ സകല ചെറിയ പാപങ്ങളും പൊറുത്തു തരിക നമ്മുടെ റബ്ബ്. ആ റഹ്മാനായ റബ്ബിന്റെ ഓഫർ നോക്ക് നിങ്ങൾ. എന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാവരുതെന്ന് പടച്ചോൻ പറഞ്ഞ ആ വാചകം ചിന്തിച്ചു നോക്കിയേ. അതുകൊണ്ട് അറഫ നോമ്പ് ഒരു കാരണവശാലും മറക്കരുത്. ഒരു പോയിന്റ് കൂടെ പറയേണ്ടതുണ്ട്. അറഫയില് ഹാജിമാര് നിൽക്കുന്ന സമയത്താണ് നോമ്പ് വിൽക്കേണ്ടത് എന്നൊക്കെ ചിലര് പറയും. ശരിക്കും അതിനെ കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ്. അറഫയിലെ ഹാജിമാര് നിൽക്കുമ്പോൾ അമേരിക്കയിലെ സമയത 19 മണിക്കൂറിന്റെ ഡിഫറൻസ് ഉള്ള ലോകരാജ്യങ്ങൾ എന്താ? അതാണോ പ്രായോഗികം? അറഫയിൽ ഹാജിമാര് നിൽക്കുമ്പോ രാത്രി നോമ്പ് വിൽക്കും. ആഹാ, നിങ്ങൾ ആലോചിച്ചു, ഒരു സ്കൂളിലേക്ക് ഒരു അധ്യാപകന് 8 ക്ലാസ് പോകണമെന്ന് വിചാരിച്ചത് 8 ക്ലാസ് അറ്റൻഡ് ചെയ്യണ ഒരു അധ്യാപകൻ 1ാമത്തെ ക്ലാസ് കയറുമ്പോ എല്ലാ ക്ലാസ്സിലെ ടിവിയിൽ അധ്യാപകൻ അവിടെ വരുന്നതും കുട്ടികളെ എഴുന്നേറ്റ് നിൽക്കുന്നതും ഉണ്ടെന്ന് വിചാരിച്ചത്. അയാൾ അപ്പുറത്തെ ക്ലാസ്സിൽ പോയി 8 ക്ലാസ് കൊണ്ടാണ് അയാൾ അവിടുത്തെ ക്ലാസ്സിൽ പോയി അവിടുത്തെ കുട്ടികളെ എഴുന്നേറ്റിക്കുക എന്നല്ലാണ്ട് ഇപ്പുറത്തെ ക്ലാസ്സിലെ കുട്ടികളുണ്ടോ? അധ്യാപകൻ അവിടുത്തെ ക്ലാസ് കയറി വിചാരിച്ച് ഇവിടുന്ന് എഴുന്നേറ്റ്. ചെറിയ പോയിന്റാട്ടോ. ഒരു കിതാബും തിരിയാത്തവന് വിവരം കിട്ടാൻ വേണ്ടി അവിടെ ഉദിക്കുന്ന സൂര്യനും അവിടെ പോകുന്ന ചന്ദ്രനും ഇവിടെ വരുന്ന ചന്ദ്രനും ഒക്കെ അനുസരിച്ചാണ് എല്ലാവരും എണീറ്റിക്കേണ്ടതെന്ന് പറയുന്ന ആ വർത്താനമുണ്ടല്ലോ. ആ വർത്താനം പ്രായോഗിക വർത്താനമല്ല, ബുദ്ധിപരമായ വർത്താനമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദുൽഹിജ്ജ 9 എപ്പോഴാണോ അന്ന് നമ്മൾ നോമ്പുകാരാണ്. ആ നോമ്പ് നോൽക്കുന്നതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 2 വർഷം ചെയ്ത ചെറിയ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്ന ദിവസമാണത്. അതൊരിക്കലും മറക്കാതിരിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വഇയ്യായ തനിയും ബിതഖ്വല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ചയാണ് നമ്മുടെ പെരുന്നാൾ. 7:30 പെരുന്നാൾ നമസ്കാരം ഉണ്ടാവുക. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അതിന്റെ പിറ്റേ ദിവസമാണ് നമ്മൾ ബലി അറക്കുക. യാമത്ത് ശരിക്കുന്ന ദിനങ്ങളിൽ ഏത് ദിനവും ആവാം. അതുകൊണ്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. 7:30 നമ്മുടെ പള്ളിയിൽ വെച്ച് തന്നെയാണ്. കാരണം കാലാവസ്ഥ മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടാൻ സാധ്യതയുണ്ട് പുറത്തോട്ട് പോകുമ്പോൾ. അതുകൊണ്ട് അല്ലാഹു ഒരിക്കലും നമുക്ക് പ്രയാസം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലാഹു എളുപ്പത്തെയാണ്. അതുകൊണ്ട് നല്ല പ്രഭാഷകനെയാണ്, വളരെ പ്രസിദ്ധനായ ഒരു പ്രഭാഷകനാണ്. പേര് ചിലപ്പോൾ നമ്മൾ കൂടുതലൊന്നും കേട്ടിട്ടുണ്ടാവില്ല. അദ്ദേഹം അറബ് നാട്ടിലായിരുന്നു. അതുകൊണ്ട് മുഹമ്മദ് ചിശ്തി തിരുവനന്തപുരത്തുകാരനാണ്. നല്ലൊരു പ്രഭാഷണം, ഈദ് പ്രഭാഷണം ഇൻഷാ അല്ലാഹ് നമുക്ക് കേൾക്കാം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പടച്ചവനോട് എല്ലാവർക്കും വേണ്ടി അറഫാ ദിനത്തിൽ ഹാജിമാർ അറഫയിൽ നിൽക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് ദുആ ചെയ്യാം. അവർക്ക് വേണ്ടി ദുആ ചെയ്യാം, നമുക്ക് വേണ്ടി ദുആ ചെയ്യാം, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാം, നമ്മുടെ എളാപ്പമാർക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ പണ്ഡിതന്മാർക്ക്
റസൂലുള്ളാഹിമാർക്ക് ഒക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. ഇമാം നബവി അടക്കമുള്ള ആളുകൾ വിവരിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഓർത്തുകൊണ്ട് നല്ല ദിനങ്ങളിലാണ് നമ്മളുള്ളതെന്ന് ഓർത്തുകൊണ്ട് ഞാൻ എപ്പോഴും എല്ലാരോടും പറയുന്നത് പോലെ സ്വന്തം വിജയത്തിന് വേണ്ടി അള്ളാഹുവിന്റെ ഗ്രന്ഥം ഞാൻ വായിക്കും. മറ്റൊരാളും കാത്തു നിൽക്കാനില്ലാത്ത ഒരു ലോകത്ത് എന്റെ പരലോക വിജയത്തിന് വേണ്ടി ഞാൻ ഖുർആൻ വായിക്കും, പഠിക്കും എന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ടാവുക. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. തൗഹീദ് അനുസരിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഒളിച്ചേർക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും റബ്ബിനെ അല്ലാതെ ഒരു ശക്തിയെയും അവരെത്ര മഹാന്മാരായ നബിമാരാകട്ടെ, വലിയകളാകട്ടെ, ഒരാളോടും ദുആ ചെയ്യുകയില്ലെന്നും അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ എന്നും അതുകൊണ്ട് മാത്രമേ സ്വർഗത്തിൽ പോകാൻ സാധിക്കൂ എന്നും വിശ്വസിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഒളിച്ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. കുവൈത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള ആ വലിയ അപകടം അവർക്കൊക്കെ അള്ളാഹു ആശ്വാസം നൽകുകയും അത്തരത്തിലുള്ള പൊടുന്നനെയുള്ള അപകടങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുകയും ഹാജിമാർക്ക് അള്ളാഹു എല്ലാവിധ സൗകര്യങ്ങളും ആ ഹാജിമാർക്ക് സൗകര്യമൊരുക്കുന്ന ഭരണകൂടത്തിനും ഒക്കെ അള്ളാഹു എല്ലാ നിലക്കുമുള്ള പ്രതിഫലം നൽകുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് പോയ ആളുകൾക്ക് ഏറ്റവും നല്ല ഹജ്ജ് ചെയ്ത് തിരിച്ചു വരാൻ സാധിക്കുമാറാകട്ടെ. അറഫയിൽ വെച്ച് അവർക്ക് നമ്മെ ഓർമ്മ വരട്ടെ. അവരുടെ പ്രാർത്ഥന റബ്ബ് കബൂൽ ചെയ്യുകയും അതുവഴി സ്വർഗത്ത് പോകാൻ നമുക്ക് സാധിക്കുകയും ചെയ്യട്ടെ. പ്രാർത്ഥന കൊണ്ട് സമ്പന്നമാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.